സഫാരിക്ക് പോകാൻ നേരത്ത് ഞാൻ കയറിയ വണ്ടിയിലൊരു ഫേമസ് ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു. പുള്ളി ഇപ്പോൾ ഫോട്ടോഗ്രാഫി ഒന്നും ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. പക്ഷെ അന്ന് പുള്ളിയൊക്കെ 600-500 ഒക്കെ പിടിച്ചോണ്ട് ആദ്യത്തെ ലെപ്പേർഡ് സൈറ്റിംഗ് ആണ് എൻ്റെ കമ്പനിയിൽ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാമല്ലോ എന്ന് ചോദിച്ചാൽ ഞാൻ പുള്ളിയോട് ഇങ്ങനെ ചോദിച്ചു, അത് ഇങ്ങനെ ഇരുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ചോദിച്ചു, പുള്ളി എൻ്റെ തിരിഞ്ഞ് നോക്കിയിട്ട് എൻ്റെ ക്യാമറയിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, സുഭാഷ്, യു ബെറ്റർ എൻജോയ് ദ സീൻ വിത്ത് യുവർ ഫാമിലി, യുവർ ക്യാമറ ഈസ് നോട്ട് ഗുഡ് എനഫ് ടു ക്യാപ്ചർ ഓൾ ദി സീൻസ് എന്ന് പറഞ്ഞു. മുഖത്ത് നോക്കി പറഞ്ഞു. അത് ശരിക്കും പറഞ്ഞാൽ ചങ്കത്താ കൊണ്ടേ. ഞാൻ ഇന്ന് രാത്രി ശരിക്കും പറഞ്ഞാൽ കരഞ്ഞു. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് വിഷമം വന്നു. ഞാനിതിൽ പ്രൊഫഷനാക്കി മാറ്റണം എന്നുള്ള സമയത്താണ് ഇങ്ങനെ വന്നിട്ട് കരണക്കുട്ടിക്ക് അടിയിൽ നിന്ന് പോണേ. ഇതൊന്നും കൊണ്ടൊന്നും ഓടിയെത്തില്ല. അത് ആനിമൽസിൻ്റെ പേര് പഠിക്കണേക്കാളും ഇത് അവരുടെ ബിഹേവിയർ പഠിക്കുക എന്നുള്ളത്. ഓരോ ജീവികൾക്കും അതിൻ്റെതായ ഒരു സ്വഭാവമുണ്ട്. മനുഷ്യനൊഴിച്ച് ബാക്കി എല്ലാവരുടെയും സ്വഭാവം ഒരുമാതിരി ഫിക്സഡ് ആണ്. നമ്മുടെ മാത്രമേ സ്വഭാവം ആളനുസരിച്ച് മാറുള്ളൂ. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇത് വേണ്ടിയിരുന്നില്ല എന്ന്? മന്തിൻ്റെ ക്രെഡിറ്റ് കാർഡ് ബില്ലൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ തോന്നും. എങ്ങനെയാണെന്ന് അറിയില്ല, ആരോടും ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരാനില്ല. ഇന്നത്തെ പോലെ ഇപ്പോൾ ഒരാൾ പറഞ്ഞാൽ മസനഗുഡി വഴി ഊട്ടി നിന്നും പറയാൻ ആൾക്കാരില്ല. നമുക്ക് അന്നൊന്നും ആരുമില്ല, നമ്മളോട് ആരോടും ചോദിക്കാനും ഇല്ല. ആകെ ഒരു മൊബൈൽ ഫോൺ പോക്കറ്റിലിട്ട് കഴിഞ്ഞാൽ അത് ഏരിയയിൽ ഇവിടെ കൊണ്ടുവരും. നിക്കോണിലേക്കുള്ളൊരു എൻട്രി എങ്ങനെയായിരുന്നു? നിക്കോണിലേക്കുള്ള എൻട്രി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കാരണം താങ്കളല്ലേ. Can you just elaborate your gears currently you're using? D850 ഉണ്ട്, Z9 ഉണ്ട്, Z8 ഉണ്ട്. പിന്നെ നാളിപ്പോൾ CRൻ്റെ ഇത് വന്നപ്പോൾ അത്. പിന്നെ 400 ആണ് മെയിൻ ഗോ ടു ലെൻസ്. 400 2.8. ഞാൻ അവിടെ പോയാലും കയ്യിൽ കൊണ്ടുവരുന്ന ലെൻസ് 400 2.8 ആണ്. ഒരു ഹോണസ്റ്റ് ആൻസർ ആണ് കേട്ടോ ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഹോണസ്റ്റ് പറയാറുള്ളൂ. ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ പല സമയങ്ങളിലും പ്രശ്നങ്ങൾ ചെന്ന് വിടാറുണ്ട്. അതാണ് എൻ്റെ പേടിയും. എല്ലാവരും എന്നോട് ചോദിക്കും, ചേട്ടൻ്റെ ഈ ട്രിപ്പുകളൊക്കെ ആരെങ്കിലും സ്പോൺസർ ചെയ്യുന്നതാണോ? ഞാൻ പറഞ്ഞാൽ അതെ. ചിലപ്പോൾ HDFC, ചിലപ്പോൾ അമേരിക്കൻ എക്സ്പ്രസ് എന്നുള്ള രീതിയിൽ എല്ലാം MNCs മൾട്ടിനാഷണൽ കമ്പനീസ് ആണ് സ്പോൺസർ ചെയ്യുന്നത്. ബോർണിയോടെ ഇമേജസ് ആണല്ലോ നിങ്ങൾ ഏറ്റവും എൻജോയ് ചെയ്ത് ലൈക്ക് ഫാമിലി ഫോട്ടോ ഒക്കെ പോലെ എടുത്തിട്ടുള്ളത്. മാൻ ഓഫ് ദ ഫോറസ്റ്റിനെ അവരെ വിളിക്കുന്നത് തന്നെ 97% ഓഫ് DNA മാച്ചസ് വിത്ത് ഹ്യൂമൻ. സോ ഐ വിൽ കോൾ ദം എ ബെറ്റർ ഹ്യൂമൻ. ഈ ആന ഓടിച്ചിട്ട് എത്ര കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട്? ആന ഇപ്പം എന്നെ കേരളത്തിൽ നിന്ന് ഓടിച്ച് എന്നെ കൊല്ലണം എന്നൊരു ആന തീരുമാനിച്ചു കഴിഞ്ഞാൽ ഹൈദരാബാദ് വരെ ഓടിച്ചിട്ടുള്ള ആന കൊല്ലും. അതെനിക്കറിയൂ. അങ്ങനെയാണ്. ആനയ്ക്ക് ഇപ്പം നമ്മൾ മരത്തേക്ക് കയറി കഴിഞ്ഞാൽ മരം ചവിട്ടി ചാടിക്കും.